ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിലെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്ത് 409 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതായി ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. പാളികൾ ഉരുക്കി കട്ടയാക്കി സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം കൽപേഷിന് കൈമാറിയെന്നും റിപ്പോർട്ടിലുണ്ട്. ചെമ്പുപാളികളാണെന്ന് തെറ്റായി രേഖപ്പെടുത്തിയ മഹസറിൽ തന്ത്രിയും മേൽശാന്തിയും ഉൾപ്പെടെയുള്ളവർ ഒപ്പുവെച്ചതായും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ തട്ടിപ്പിന്റെ പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടുന്നതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. നടന്നത് ക്രമക്കേടെന്നതാണ് കോടതിയുടെ കണ്ടെത്തൽ. ദ്വാരപാലക ശില്പങ്ങളിൽ മാത്രമല്ല ശ്രീകോവിലിലെ കട്ടിളപ്പാളി അറ്റകുറ്റപ്പണിയിലും ഗുരുതര ക്രമക്കേടുണ്ടെന്ന് ഹൈക്കോടതി കണ്ടെത്തി. കട്ടിളപ്പാളിയിൽ ആകെ ഉണ്ടായിരുന്നത് 989 ഗ്രാം സ്വർണ്ണമാണെന്നും എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ എത്തിച്ചത് 394 ഗ്രാം സ്വർണം മാത്രമാണെന്നും ബാക്കി കണ്ടെത്തണമെന്നും ഉത്തരവിലുണ്ട്. വേർതിരിച്ചെടുത്ത 409 ഗ്രാം സ്വർണം എവിടെയെന്നാണ് ഇനി കണ്ടെത്തേണ്ടത്. അതിൽ വിശദമായ അന്വേഷണം വേണം. പൂശുന്നതിന് ഉപയോഗിച്ചത് 404.8 ഗ്രാം സ്വർണം മാത്രമാണ്. സ്വർണം ഉരുക്കി കട്ടിയാക്കി കൽപേഷ് എന്നയാൾക്ക് കൈമാറുകയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണം കൈമാറിയത്. കൽപേഷ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്തയാളാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കട്ടിളയിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിരുന്നു. എന്നാൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പുപാളികളെന്നാണ്. ഇത് ഗുരുതരമായ ക്രമക്കേടാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി. ദേവസ്വം മഹസറിലും ചെമ്പുപാളികളെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മഹസറിൽ തന്ത്രി കണ്ഠരര് രാജീവര്, മേൽശാന്തി VN വാസവൻ നമ്പൂതിരി, ദേവസ്വം ഗാർഡ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തുടങ്ങി 9 പേർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലടക്കം ദേവസ്വം ഉദ്യോഗസ്ഥർക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ക്രമക്കേടിൽ സമഗ്ര അന്വേഷണത്തിന് SITയെ ചുമതലപ്പെടുത്തുന്നതായി കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. എന്നാൽ മാധ്യമങ്ങൾ സമാന്തര അന്വേഷണം നടത്തേണ്ടതില്ലെന്നും കോടതിയുടെ ഉത്തരവിലുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.